മലയാളികൾ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. കാരണം നമ്മൾ ഇത് മറ്റുള്ള പടം പറയണ പോലെയുള്ള ഇതല്ല, ഇത് യാഥാർത്ഥ്യമായിട്ട് നടന്നൊരു സംഭവം. ഡയറക്ടറും ഇതിൻ്റെ തിരക്കഥാകൃത്തും ഒക്കെ കൂടെ എന്തായാലും അപരവാളികളിൽ കറക്റ്റായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്, അത്ര പറയാണ്. ഷുഡ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. സലീം കുമാറിന്റെ മകനും അന്യായ പെർഫോമൻസ്, അത് തമാശയൊന്നുമല്ല, നല്ല സീരിയസ് റോളാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ടെക്നിക്കൽ ബേസിൽ കാണാൻ മസ്റ്റ് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. കുടിസകളിൽ കള്ളമൊന്നും പറയില്ലടാ. അപ്പോൾ കണ്ടുകൊണ്ട് രസിക്കാവുന്ന ഒരു കോമഡി ഇമോഷണൽ ലാഗില്ലാണ്ട് കാണാൻ പറ്റുന്ന ഒരു സീരിയസ് സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് മഞ്ഞുമൽ ബോയ്സ് ഭയങ്കര വേൾഡ് ക്ലാസ് മൂവി ആയിരിക്കും, മറ്റേതായിരിക്കും വൻ പ്രതീക്ഷയിലാണ്. എങ്ങനെ 3 മണിക്കൂർ 2.5 മണിക്കൂർ ഇരുന്നുകൊണ്ട് അറിയും. ക്ലൈമാക്സ് കാണാൻ വേണ്ടി മാത്രം കൊള്ളാം, ക്ലൈമാക്സ് മാത്രമേ കാണാനുള്ളൂ, ഇല്ലെങ്കിൽ വെറും ഒരു കൂതറ പടം തന്നെയാണ്. കാണേണ്ട മൂവി. പലയിടത്തും നോ എൻട്രി പറഞ്ഞിരുത്, എൻട്രി ചെയ്ത് അത് കുളമാക്കിക്കൊണ്ടുവന്ന ആൾക്കാർക്ക് പ്രത്യേകം കാണേണ്ട ഒരു മൂവി. ഫസ്റ്റ് ഹാഫിലെ കോമഡി ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. ബാലു വർഗീസ് നല്ല ആക്ടറാണ്, പക്ഷേ ഇല്ല വളരെ ഓവർ ആക്ടിങ്, കോമഡി വളിപ്പായിട്ട് മാറി. അഭിനയിച്ച ബാലതാരങ്ങൾ തൊട്ട് ഇവർ ചെറുപ്പാലം കാണിക്കുന്നുണ്ട്, അവരെയൊക്കെ കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഫേസ് കട്ടും ആ അഭിനയവും ചിരിയും. ശ്രീനാഥ് ബാസിയുടെ അഭിനയം നല്ലതാണ്, ഷൗബിൻ ചാരിൻ്റെ അഭിനയം നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. എനിക്ക് ഒന്നും ഈ പടം പിടിച്ചു. ഇതൊന്നും അല്ല ശരിക്കും, ഇതിനപ്പുറത്താണ് അവരെ എക്സ്പീരിയൻസ്. അതിൻ്റെ ഒരു 95 അല്ലെങ്കിൽ 96% നമ്മൾ അതിനോട് നീതി പോയി പുലർത്തിയിട്ടുണ്ട്. ഇഷ്ടമായില്ല എല്ലാവർക്കും, അതിന് ഏറ്റവും സന്തോഷം.